ഫുക്രിയിലേക്ക് സ്വാഗതം. റൗൾ ജിമെനസ് ഇന്നലെ മെക്സിക്കോയുടെ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ജയിച്ചു. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 2 ഗോളിനാണ് മെക്സിക്കോ തകർത്തത്. ആ മത്സരത്തിൽ രണ്ടാമത്തെ ഗോൾ 67ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോൾ അടിച്ച റൗൾ ജിമേനസിൻ്റെ ഒരു കഥയുണ്ട്, ഒരു ദുരന്ത കഥ. അതൊരു വല്ലാത്ത കഥയാണ്. ആ കഥ ഇതാണ്. 2020 മാർച്ചിൽ 2020 അദ്ദേഹം ആഴ്സണലിനെതിരെ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലിനെതിരെ കളിക്കുമ്പോൾ ആഴ്സണലിൻ്റെ കളിക്കാരനുമായി കൂട്ടുമുട്ടി തലയോട്ടി പിളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂട്ടിമുട്ടി നിലത്ത് വീണു ബോധരഹിതനായി അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ തലയോട്ടി പൊട്ടിയിട്ടുണ്ട്. അത് തലച്ചോറിലേക്ക് കുത്തിക്കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഉടൻ തന്നെ ശസ്ത്രക്രിയ നടത്തി അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നു. അങ്ങനെ ഒരു, അതായത് ഒരുപക്ഷെ മരണം തന്നെ സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് തിരിച്ചു വന്ന 6 വർഷം മുമ്പ് 2020 തിരിച്ചു വന്ന ജിമനസാണ്. അതിഭയാനകമായൊരു സാഹചര്യത്തെ ജീവിതത്തിൽ നേരിട്ട ജിമനസാണ് ഇന്നലെ അതേ തല കൊണ്ട്, ആ പരിക്കേറ്റ തലയൊട്ടി ഉൾപ്പെടുന്ന ആ തല കൊണ്ട് ഹെഡ് ചെയ്ത് ഗോളടിച്ചത്. രണ്ടാമത്തെ ഗോൾ മെക്സിക്കോയുടെ. എന്തൊരു വീരപരിവേഷമാണ് അല്ലേ ജിമനസ് എന്തൊരു ഹീറോ ആണ് അല്ലേ, സൂപ്പർ ഹീറോ ജിമനസ് ഒരു കാലത്ത് ജീവിതം തന്നെ ഇല്ലാതാകുമെന്ന് കരുതിയിരുന്ന ജിമനസ് ഇന്നലെ ലോകകപ്പിൽ അദ്ദേഹം തൻ്റെ ആദ്യ ഗോൾ, ലോകകപ്പിലെ ആദ്യത്തെ ഗോൾ കൂടിയാണ് ജിമനസിൻ്റെ, അദ്ദേഹം ഹെഡറിലൂടെ തന്നെ നേടി സ്വന്തം ടീമിനെ അത്യുജ്വലമായ വിജയം സമ്മാനിച്ചു. ഇതിനു മുമ്പ് 3 ലോകകപ്പ് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 100-ലധികം മത്സരങ്ങൾ മെക്സിക്കോയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും നേടാത്തത്ര വലിയ നേട്ടമാണ് ഇന്നലെ ആ ഗോളിലൂടെ, ലോകകപ്പിലെ തൻ്റെ ആദ്യ ഗോളിലൂടെ ജിമനസ് നേടിയത്. ജിമനസ് ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കിയ, ദുരന്തം വന്ന ഒരാൾ തിരിച്ചു വന്ന് ഒരു സൂപ്പർ ഹീറോ ആകുന്ന കഥയാണ് ജിമനസിൻ്റേത്. എന്തായാലും റൗൾ ജിമനസ് ഈ ലോകകപ്പിലെ ആദ്യ സൂപ്പർ ഹീറോ പരിവേഷം കിട്ടുന്ന ആദ്യത്തെ താരമായി മാറിയിരിക്കും.